ഹലോ, വെൽക്കം ബാക്ക് ടു ABF വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊടൈക്കനാൽ വന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എത്തി. അപ്പോൾ ഒന്ന് ഫ്രഷായി ഞങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ലേക്കിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഫസ്റ്റ് പോയത്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നതും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലേക്കിൽ പോയി. ബോട്ടിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല, ചെറിയ പേടി. അപ്പോൾ ബോട്ടിൽ നമ്മൾ കയറിയില്ല, കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് അവന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോട്ടിൽ കയറിയില്ല. പിന്നെ ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോഴ്സ് റൈഡും ചെയ്തില്ല, കൂടെ ഉണ്ടായിരുന്ന കൊച്ച് ചെയ്തു കേട്ടോ, ഹോഴ്സ് റൈഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ ലഞ്ചിൻ്റെ ടൈം ആയിരുന്നു. അപ്പോൾ ഹെവി ആയിട്ടൊന്നും കഴിക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ നൂഡിൽസും പിന്നെ ചില്ലി ഗോബി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് ഉഷാറായി. പിന്നെ കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ ഒന്ന് ചില്ല് ചെയ്തു കേട്ടോ. നല്ലൊരു ഇതുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു, കാരണം ശനിയാഴ്ചയും കൂടി ആയിരുന്നു. പിന്നെ വെക്കേഷനാണ്, പിന്നെ അവിടെ സീസണാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ രീതിക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചങ്ങനെ നടന്നു. പിന്നെ നമ്മൾ കോക്കേഴ്സ് വാക്കിലോട്ടാണ് പോയത്. അപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും ഒരു ചെറിയൊരു ടിക്കറ്റ് എടുക്കാനുണ്ട്. 10 രൂപ എങ്ങാണ്ടാണ് കേട്ടോ ഒരാൾക്ക്. അപ്പോൾ ചെറിയ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദൂരം മുകളിലോട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ മുന്നത്തെ പോലെയല്ല, കുറേ മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുന്നേ വന്നവരാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറയുന്നു ഒരുപാട് മാറിയിരിക്കുന്നു, കാരണം മൊത്തം വേലിയൊക്കെ കെട്ടി അതിൻ്റെ ഒരു ബ്യൂട്ടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ എന്നാലും ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഭയങ്കര കോടയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള വ്യൂ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫുള്ള് കോടയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി ചെല്ലുമ്പോഴത്തേനും അവിടെ ഒരു ചേച്ചി ഇരുന്ന് ഇങ്ങനെ കമ്മലൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഹാൻഡ് മെയ്ഡ്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ട് പിന്നെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് ചെന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങ് ഇരുട്ടാൻ നിന്നില്ല, ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും റൂമിലോട്ട് ചെന്നു. അപ്പോൾ റൂമിൽ ചെന്നിട്ടുള്ള നമ്മുടെ വ്യൂ ആണിത്. ഒരു 5:30-6 മണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അതിനുശേഷം നമ്മൾ പോയി ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു. പിന്നെ രാത്രി ആയപ്പോഴത്തേനുള്ളൊരു വ്യൂ ആണിത്. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനുള്ള വ്യൂ ആണ്. പിന്നെ നമ്മൾ ഫുഡ് മേടിച്ചിട്ട് വന്നത് കഴിച്ച് നമ്മൾ കിടന്നു കേട്ടോ, കാരണം രാവിലെ നമുക്ക് കുറച്ച് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ കിടക്കാമെന്ന് ഓർത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ കിടന്നായിരുന്നു. പെട്ടെന്ന് തന്നെ ഉറങ്ങി പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.